കേരളത്തിൽ എൻഡിഎക്ക് വൻ മുന്നേറ്റമുണ്ടാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാനിരിക്കുന്നതെന്ന് ബിജെപി ഗോവ മുൻ സംസ്ഥാന പ്രസിഡന്റ് സദാനന്ദ ഷെട്ട് തനവാട് എംപി. മാറി മാറി എൽഡിഎഫും യുഡിഎഫും കേരളം ഭരിച്ചു. അതിലൊരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് ധർമ്മടത്ത് പോലും പ്രതിഫലിക്കുമെന്നും സദാനന്ദ ഷെട്ട് തനവാടെ പറഞ്ഞു. കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റം സംഭവിക്കാൻ പോകുകയാണെന്ന് ബിജെപി നേതാവും മുൻ ഗോവ സംസ്ഥാന പ്രസിഡന്റുമായ സദാനന്ദ ഷെട്ട് തനവാടെ എംപി പറഞ്ഞു. ആ മാറ്റം തുടങ്ങുക ധർമ്മടം മണ്ഡലത്തിൽ നിന്നാകും. ധർമ്മടത്ത് ബിജെപി ജനസമ്പർക്ക പരിപാടി വെച്ചപ്പോൾ 3000-ലധികം പരാതികളാണ് ലഭിച്ചത്. ഈ ഭരണത്തിൽ ജനങ്ങൾ എത്രമാത്രം ദുരിതമനുഭവിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. धर्मड़म में हमने जो भारतीय जनता पार्टी के माध्यम से अदालत की थी और उस अदालत में अदालत मोर देन 3,500 complaints have come, and out of that 3,500, 70% complaint from the Dharmadam Assembly constituency, where the Chief Minister of Kerala is the member of Legislative Assembly from that constituency. और उसके बाद में भारतीय जनता पार्टी को लगा कि केरल में नॉर्मली इट इज़ लाइक अ म्यूजिकल चेयर. एक टाइम में एलडीएफ इज रूलिंग, सम टाइम अगेन यूडीएफ. बट अगर अभी देखें जिस तरह से पूरे केरल में लोगों का रिस्पांस मिल रहा है, कासारकोड से तिरुवनंतपुरम तक सभी जगह केरल के लोगों को बदल चाहिए. കേരളം ഇതുവരെ മാറി മാറി എൽഡിഎഫും യുഡിഎഫും ഭരിക്കുകയാണ്. ആ ഭരണത്തിൽ ജനം മടുത്തു കഴിഞ്ഞു. ബിജെപിക്ക് ഒരു അവസരം നൽകണം എന്ന് ജനങ്ങൾ പൊതുവെ ചിന്തിക്കുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുമെന്നും സദാനന്ദ ഷെട്ട് തനവാടെ പറഞ്ഞു. ബിജെപിക്കൊപ്പം എല്ലാ വിഭാഗങ്ങളും ചേരുന്നുണ്ട്. ജാതിമത ചിന്തകളെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് വികസിത ഭാരതത്തിനായി മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ബിജെപിക്കൊപ്പം ആളുകൾ അണിചേരുന്നത്. ഗോവ അതിന് ഉദാഹരണമാണെന്നും സദാനന്ദ ഷെട്ട് വ്യക്തമാക്കി. ആ മാറ്റത്തിന്റെ പ്രതിഫലനം ധർമ്മടം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഉണ്ടാകും. വലിയ മുന്നേറ്റമാണ് ധർമ്മടത്ത് കെ രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ എൻഡിഎ സ്ഥാനാർത്ഥി നടത്താൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.